അരിയും പൂവുമിട്ട് പന്തലിൽ പൊന്നുവെച്ചതോടെ അത്യുത്തര കേരളത്തിൽ ഈ വർഷത്തെ പൂരാഘോഷത്തിന് പ്രാരംഭമായി. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മീനത്തിലെ രേവതി നാളിലാണ് പൊന്നുവെക്കൽ നടന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. പ്രതീകാത്മകമായി കാമദേവ പുനർജനിക്കു വേണ്ടിയുള്ള ആരാധനയായ പൂരോത്സവത്തിന് മുന്നോടിയായാണ് പന്തലിൽ പൊന്നുവെക്കൽ നടന്നത്. ഇതോടെ അത്യുത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളിലും ഭഗവതി കാവുകളിലും മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ കാമദേവ ദഹനനാളായ പൂരം വരെ നടക്കുന്ന പൂരക്കളിക്ക് തുടക്കമായി. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മീനമാസത്തിലെ രേവതി നാളിലാണ് പൊന്നുവെക്കൽ നടന്നത്. പൂരാഘോഷത്തിന്റെ വിളംബരം കൂടിയാണ് പൂരക്കളി പരിശീലനത്തിനായി ഒരുക്കിയ പുറംപന്തലിൽ കളരി സങ്കല്പത്തിൽ ഒരുക്കിയ തറയിലെ പൊന്നുവെക്കൽ. ദേവീ ദേവന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാനുള്ള ജനപദത്തിന്റെ കൂട്ടായ്മ കൂടിയാണ് ഈ ചടങ്ങ്. 7 പടികളുള്ള ദൈവത്തറയിൽ ആദ്യം പൂരക്കളി പണിക്കർ അരിയും തുമ്പപ്പൂവിടും. ശേഷം ആചാരസ്ഥാനികരാണ് കളരിത്തറയിൽ പൊന്നുവെക്കുന്നത്. ഇത് നോക്കി പണിക്കർ ഗുണദോഷങ്ങൾ ഗണിച്ച് ശ്ലോകം ചൊല്ലി ലക്ഷണം പറഞ്ഞ് പൂരമാല മൂളി ചുവടുകൾ വെച്ച് പുറത്തെ പന്തലിലെ കളിക്ക് തുടക്കമിടുന്നു. പറഞ്ഞാലോ, പുഷ്പാക്ഷരങ്ങളുടെ മുകളിലായിട്ട് ഊർധ്വഭാഗത്താണുള്ളത്. അതൊന്നും കുഴപ്പമില്ല. പുഷ്പാക്ഷതോപരി സ്വർണ്ണമുഖ ഊർധ്വം പുഷ്പാക്ഷദാനം നിഹിതമിക ഭവേൽ സ്വർണ്ണം ഊർധ്വാനം ചെയ്ൽ. തൽക്കാലേ ഈ സമയത്ത്, തൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ പ്രശ്ന സമയത്തുള്ള സമയം തുറന്നു. തൽക്കാലേ വർദ്ധനം സ്യാല് യശസാം, ധനം കൊണ്ടും സുഖം കൊണ്ടും യശസ് കൊണ്ടും കീർത്തിയെ പറയണം. അതായത് ഈ തിരക്കാൽ ക്ഷേത്രം നല്ല കീർത്തിയും ഉള്ളതാണെന്നും കീർത്തി ജനപദങ്ങൾക്ക് ഏറ്റവും സുഖമാണെന്നും യശസ്സിനൊട്ടും കുറവില്ലെന്നും പറയണം. ക്ഷേത്രം കോയ്മയും കൂട്ടായിക്കാരും ഭാരവാഹികളും നാട്ടുകാരുമെല്ലാം ചടങ്ങിൽ സാക്ഷികളാകും. എത്രയാണോ പൂരം അതിനനുസരിച്ചാണ് ദൈവത്തറയിൽ പടികൾ നിർമ്മിക്കുന്നത്. വടക്കൻ മേഖലയിലെ താനങ്ങളിൽ 5 പൂവുണ്ടെങ്കിലും 7 പടികളുണ്ടാകും. ഇതാണ് കീഴ്വഴക്കം. പൂരോത്സവത്തിന് 7 പൂക്കൾ അപൂർവമാണ്. പുറത്തെ പന്തലിന്റെ 7 തൂണുകളിലും പൊന്നുവെക്കുന്നതിനു മുമ്പ് തുമ്പപ്പൂവിടും. 9 തൂണുകളാണ് പന്തലിന്. അഷ്ടദിക്പാലകർക്കും മദ്യഗണ്ഡം ദേവിക്കും. ദേവിക്ക് നിവേദ്യമായാണ് മദ്യഗണ്ഡത്തിൽ പൂക്കളർപ്പിക്കുന്നത്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ദേവിയുടെ ശക്തി സ്രോതസ് തന്നെയാണ് മദ്യഗണ്ഡം. ഏപ്രിൽ 10 പൂരംകുളിയോടെയാണ് ഈ വർഷത്തെ പൂരോത്സവത്തിന്റെ പരിസമാപനം. ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ.